പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു മികച്ച ചെറിയ നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജയമോഹന്റെ മിണ്ടാ ചെന്നായ്. വളരെ ചെറിയ പുസ്തകമാണിത്. കുഞ്ഞു വാക്കുകളിലൂടെ, മൂർച്ചയുള്ള വികാരങ്ങളിലൂടെ നമുക്ക് അടിമത്തത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അധിനിവേശത്തിന്റെയും ശക്തമായ മുഖം കാണിച്ചു തരുന്ന നോവൽ മിണ്ടാ ചെന്നായ്. ജയമോഹൻ മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനാണ്. 100 സിംഹാസനങ്ങളും ആന ഡോക്ടറും ഒക്കെ നമ്മുടെ മനം കവർന്ന രചനകളാണ്. എനിക്ക് തോന്നുന്നു ചെറിയ വാക്കുകളിലൂടെ ഒത്തിരി ഒന്നും പറയാതെ വികാരങ്ങളെ ആഴത്തിൽ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ചെറുതാണ്, വളരെ ചെറിയ പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും. ഈ പുസ്തകവും അങ്ങനെ തന്നെയാണ്. ഇതിലെ ഭാവം അധിനിവേശത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അടിമത്തത്തിന്റെയും ഭാവമാണ്. ഏത് കാലഘട്ടത്തിലും ഈ ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാജ്യങ്ങളാൽ ഭരിക്കപ്പെടുന്ന, മതങ്ങളാൽ ഭരിക്കപ്പെടുന്ന, കുടുംബങ്ങളാൽ ഭരിക്കപ്പെടുന്ന, ഒരുപടി മേലാളന്മാർ ഭരിക്കപ്പെടുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ് അധിനിവേശം. സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപമാണ്, സങ്കടകരമായ അവസ്ഥയാണ്. ആ അവസ്ഥയെ വളരെ വൈകാരികമായി, വളരെ ശക്തമായ ഭാഷയിൽ ഹൃദ്യമായി അവതരിപ്പിക്കാൻ ജയമോഹന് ഈ പുസ്തകത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. മിണ്ടാ ചെന്നായ് പറയുന്നതും അത്തരത്തിലുള്ള ഒരു വികാര പ്രകടനമാണ്. ഏത് കാലഘട്ടത്തിലും കീഴാരരെ അമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മേലാളന്മാരും അവരുടെ കീഴിൽ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന താഴേക്കിടയിലുള്ള ആളുകളുമുണ്ട്. അവരുടെ കഥയാണ് ഇതിലെ പ്രമേയം. ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ പ്രശസ്ത നോവലിസ്റ്റ് ടി പി രാജീവൻ പറയുന്നത് മാത്രം മതി ഈ പുസ്തകത്തിന്റെ കാതൽ വെളിവാക്കാൻ. അധിനിവേശ ചരിത്രം പലതവണ ആവർത്തിച്ച് സാന്ദ്രമാക്കിയ ഒരു തുള്ളി വ്യാഖ്യാനമാണ് ജയമോഹന്റെ മിണ്ടാ ചെന്നായ്. ഇതിലെ കാട്ടുപാതകളിൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചോരപ്പാടുകളുണ്ട്. കീഴടക്കപ്പെടുന്ന സ്ത്രീയുടെ നാഭി വിളരുന്ന നിലവിളികളുണ്ട്. വെടിയേറ്റ മൃഗങ്ങളുടെ അലർച്ചകളുണ്ട്. നിസ്സഹാനായ മനുഷ്യന്റെ ആദിപൂണ്ട നിശബ്ദതയുണ്ട്. വിധേയത്വത്തിന്റെ മോചനമില്ലാത്ത ഞരക്കങ്ങളുണ്ട്. അവയ്ക്കെല്ലാം മുകളിൽ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്ന പ്രകൃതിയുടെ മസ്തകങ്ങളുണ്ട്. മനുഷ്യനിലെ ഹിംസാവാസനകളെയും സ്വാതന്ത്ര്യവാഗ്ഞയെയും കുറിച്ചുള്ള ഒരു ചെറു ഇതിഹാസമാണ് ഈ കൃതി. തീർച്ചയായും ഇതിഹാസം ആവാൻ ഒരു സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഭാവമാണ് ഇതിഹാസം. ഇതിഹാസമാവാൻ കുറേ വലിപ്പം വേണമെന്നില്ല, ചെറുതു മതി. അങ്ങനെ കാച്ചിക്കുറുക്കിയ രചനയിലൂടെ ഈ പുസ്തകവും ഒരു ഇതിഹാസം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സായിപ്പിന്റെ അടുക്കളക്കാരിയുടെ മകനായി ജനിച്ച കീഴാളനായ നമ്മുടെ നായകൻ, അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ച് അപ്പോഴേ സങ്കടമുണ്ട്. ചെറുപ്പത്തിലെ പൂച്ച എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ ചെന്നായ എന്ന് വിളിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ കണ്ണുകൾ കാരണം. പിന്നീട് അദ്ദേഹത്തിന്റെ ആ മാറി നിൽക്കുന്ന അവസ്ഥ കാരണം, താഴ്ന്നു നിൽക്കുന്ന അവസ്ഥ കാരണം മിണ്ടാ ചെന്നായി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. സായിപ്പും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ, അവരുടെ വേട്ടയാടലുകളിലൂടെ ആണ് ഈ കഥ, ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഈ കീഴാളന്റെ പേര് ഒരു തവണ മാത്രമാണ് നോവലിൽ പറയുന്നത്. ബാക്കി തവണയൊക്കെ ഈ സായിപ്പിന്റെ മൂർച്ചയുള്ള, ധിക്കാരം നിറഞ്ഞ, ധാർഷ്ട്യമുള്ള, പുച്ഛമുള്ള ഭാഷകളിലൂടെ താഴേക്ക് അമർന്നമർന്ന് നിൽക്കുന്ന മിണ്ടാ ചെന്നായ. പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. മിണ്ടാ ചെന്നായ. ചെന്നായ ആണെങ്കിൽ മിണ്ടാൻ ഇരിക്കാൻ സാധിക്കുന്ന, മിണ്ടാൻ കഴിയാതെ വരുന്ന ഒരു ചെന്നായ. അങ്ങനെയുള്ള അടിമ അവരെ വേട്ടയാടാൻ പോവുകയാണ്. ആ വേട്ടയാടലിന്റെ വന്യമായ മുഖങ്ങളിലൂടെ, പ്രകൃതിയുടെ സൂക്ഷ്മഭാഗങ്ങളിലൂടെയൊക്കെ നോവൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കഥയുടെ അവസാനമാവുമ്പോ പാമ്പ് കടിയേൽക്കുന്ന സായിപ്പ് അദ്ദേഹത്തെ രക്ഷിക്കുന്ന നമ്മുടെ നായകൻ, കീഴാളനായ നായകൻ, നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ ജീവന് പകരമായി നിനക്ക് എന്ത് വേണമെങ്കിൽ തരാം, എന്റെ ജീവനൊരു വിലയിടൂ എന്ന് പറയുമ്പോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ നിശബ്ദതയോടെ അതിനെ തള്ളിക്കളയുന്ന, തനിക്കൊരു പുല്ലു വിലയുമില്ല എന്ന് പറയാതെ പറയുന്ന കീഴാളൻ. ഒടുവിൽ ചെന്നായയുടെ ആക്രമണത്താൽ മലഞ്ചെരുവിലേക്ക് വീഴുന്ന നമ്മുടെ നായകൻ, അദ്ദേഹത്തിന്റെ നേരെ കൈനീട്ടി രക്ഷിക്കാൻ ശ്രമിക്കുന്ന സായിപ്പിനോട് പറയുകയാണ് അവസാനം ഈ നായകൻ, പോയി നരകത്തിൽ പോവൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈ താഴേക്ക് വിട്ടുകൊണ്ട് അദ്ദേഹം സ്വയം താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് നോവൽ അവസാനിക്കുന്നത്. സ്വാതന്ത്ര്യമെന്ന
പ്രധാന ഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും നല്ലൊരു ക്ലൈമാക്സ്. തീർച്ചയായും ഏത് കാലഘട്ടത്തിലെയും വികാരമാണ് സ്വാതന്ത്ര്യബോധം. അടിമത്തം ഏത് കാലഘട്ടത്തിലുമുണ്ട്. അധിനിവേശത്തിനെതിരെ സംസാരിക്കുന്ന, ഏറ്റവും നിശബ്ദമായി സംസാരിക്കുന്ന, മൂർച്ചയുള്ള വാക്കുകളിലൂടെ സംസാരിക്കുന്ന ഹൃദ്യമായ ചെറുരചന ജയമോഹന്റെ മിണ്ടാച്ചെന്നായി. ജയമോഹന്റെ മിണ്ടാച്ചെന്നായി വെറും 72 പേജ് വലുപ്പം മാത്രമുള്ള പുസ്തകമാണ്. വില 120 രൂപ. മാതൃഭൂമി ബുക്സ് ആണ് പ്രസാധകർ. നേരത്തേത് ഭാഷാഭൂഷണിയുടെ വാർഷിക പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധയാകർഷിച്ച പുസ്തകമാണ്. പ്രിയമുള്ളവരെ, ജയമോഹന്റെ ഈ പുസ്തകം മിണ്ടാച്ചെന്നായി എന്ന ഈ ചെറു ഇതിഹാസം തീർച്ചയായും നിങ്ങൾ വായിക്കണം. മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.